وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، يا أيها الناس أوصيكم أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نون والقلم وما يسطرون. ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم. فستبصر ويبصرون بأيكم المفتون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലെ എല്ലാ തുറകളിലും അംഗീകരിച്ച് അനുസരിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായി തീരാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എവരോടും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു അതിന് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സനാബിൽ ഖുർആൻ പഠന പദ്ധതിയുടെ 7ാം ഘട്ടത്തിലാണ് നാം ഉള്ളത്. 7ാം ഘട്ടത്തിലെ 3ാമത്തെ റൗണ്ടിൽ 3 സൂറത്തുകളാണ് നാം പഠിക്കാൻ ആഗ്രഹിച്ചത്. 66, 67, 68 സൂറത്തുകൾ. സൂറത്തു തഹ്രീം, സൂറത്തുൽ മുൽക്ക്, 68ാം അധ്യായമായ സൂറത്തുൽ ഖലമും. അതിലെ 66, 67 സൂറത്തു തഹ്രീമും സൂറത്തുൽ മുൽക്കും നാം പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഈ റൗണ്ടിൽ 68ാം അധ്യായമായ സൂറത്തുൽ ഖലമാണ്. ഖലമ് എന്ന പദത്തിൻ്റെ അർത്ഥം പേന എന്നാണ്. നിത്യമായി നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പേന എന്ന് നമുക്കറിയാം. അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സൂറത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യമായി വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ സൂറത്തുൽ അലഖിലെ 5 ആയത്തുകളിൽ ഖലം അതിനെക്കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഖലമിൽ 52 വചനങ്ങളാണുള്ളത്, ആയത്തുകളാണുള്ളത്. അതിലെ 6 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ. നൂൻ എന്നാൽ നമ്മൾ പല സൂറത്തുകളുടെയും ആദ്യത്തിൽ കാണുന്ന ഇത്തരത്തിലുള്ള കേവലാക്ഷരങ്ങളെ കുറിച്ച് മുമ്പ് നാം വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് നാം പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്, വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെയും നൂൻ, അതിൻ്റെ അർത്ഥം അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. വൽ ഖലം, ഖലം പേന. വൽ ഖലം, പേന തന്നെയാണ് സത്യം. വാവ് ഖസമിന്റെ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമാണ് അവിടെ വാവ്. വൽ ഖലം, പേന തന്നെയാണ് സത്യം. വമാ യസ്ദുറൂൻ, അവർ രേഖപ്പെടുത്തുന്നതും തന്നെയാണ് സത്യം. അവർ രേഖപ്പെടുത്തുന്നത്.
വിശദീകരണം ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഏതായിരുന്നാലും അവിടെ മലക്കുകൾ രേഖപ്പെടുത്തുന്നത് നമ്മുടെ വാക്കുകളും മനുഷ്യരുടെ എല്ലാ കർമ്മങ്ങളും മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, നമുക്കറിയാമല്ലോ. അവരെങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, എന്തുകൊണ്ടാണ് അവർ രേഖപ്പെടുത്തുന്നത്, അല്ലാഹു അഅലം. ഏതായിരുന്നാലും മലക്കുകൾ എന്തിനെയാണോ എന്തുകൊണ്ടാണോ രേഖപ്പെടുത്തുന്നത് അത് തന്നെയാണ് സത്യം എന്നാണ് ചില മുഫസ്സിറുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. വമാ യസ്തുറൂൻ, അവർ എഴുതി രേഖപ്പെടുത്തുന്നത് തന്നെയാണ് സത്യം. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. മാ അൻത, നബിയെ നീ അല്ല, ബിനിഅമതി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം കൊണ്ട് നീ അല്ല, ബിമജ്നൂൻ, ഭ്രാന്തനല്ല. നബിയെ, നിന്റെ റബ്ബിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നീ ഒരിക്കലും ഭ്രാന്തനല്ല. وَإِنَّ لَكَ لَأَجْرًا غَيْرَ مَمْنُونٍ. وَإِنَّ, തീർച്ചയായും, ലക, നിനക്കുണ്ട്, ലഅജ്റൻ, അജ്ർ പ്രതിഫലം, ലഅജ്റൻ പ്രതിഫലം, കൂലിയുണ്ട്, ഗൈറ മംനൂൻ, മംനൂൻ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, മുറിക്കപ്പെടാത്ത, എന്നെന്നും നിലനിൽക്കുന്ന പ്രതിഫലം നിനക്കുണ്ട്. وَإِنَّ لَكَ لَأَجْرًا غَيْرَ مَمْنُونٍ. തീർച്ചയായും മുഹമ്മദ് നബിയെ, നിനക്ക് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത നിരന്തരമായ പ്രതിഫലം ഉണ്ട്. 4-ാമത്തെ ആയത്ത്, وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ. وَإِنَّكَ, തീർച്ചയായും നീ, ലഅല, ഖുലുഖ്, ഖുലുഖ് സ്വഭാവം, ലഅല ഖുലുഖ്, ഒരു സ്വഭാവ ഗുണത്തോടു കൂടിയുള്ളതാണ്, ഒരു സ്വഭാവത്തിന്റെ മേലിലാണ് നീയുള്ളത്. എങ്ങനത്തെ സ്വഭാവം? അലീം, മഹത്തായ. ഖുലുഖ് സ്വഭാവം, ലഅല ഉന്നതമായ, ഒരു സ്വഭാവത്തിന്മേലിലാണ്, അലീം മഹത്തായ. വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. തീർച്ചയായും മുഹമ്മദ് നബിയെ, നീ ഉന്നതമായ ഒരു സ്വഭാവത്തോടു കൂടിയാണ് ഉള്ളത്. ഫസതുബ്സിറു വയുബ്സിറൂൻ. ഫസതുബ്സിറു, എന്നാൽ വഴിയെ നീ കാണും, ശേഷം നീ കണ്ടറിയും. വയുബ്സിറൂൻ, അവരും കണ്ടറിയും, നീയും ശേഷം കണ്ടറിയും, അവരും കണ്ടറിയുന്നതാണ്. ബിഅയ്യികുമുൽ മഫ്തൂൻ. ബിഅയ്യികും, നിങ്ങളിൽ ആരാണ്, നിങ്ങൾ, ബിഅയ്യികും, നിങ്ങളിൽ ആരാണ്, അൽ മഫ്തൂൻ, കുഴപ്പം പിടിപെട്ടവർ. കുഴപ്പമുള്ളത് ആർക്കാണ് എന്ന് പിന്നീട് നിനക്കും അവർക്കുമെല്ലാം കിച്ചമായി ആരാണ് മജ്നൂൻ, ആരാണ് ഭ്രമം ഉള്ളവൻ, മാനസിക പ്രയാസമുള്ളവൻ ആര് എന്നതെല്ലാം തീർച്ചയായും വരും സൃഷ്ടജീവിതത്തിൽ പിന്നീട് അവർക്ക് അറിയാൻ കഴിയും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇതാണ് ഈ 6 ആയത്തുകളുടെ പദങ്ങളുടെയും അതുപോലെ ആയത്തുകളുടെയും അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനവുമായി കടന്നു വന്നപ്പോ അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും പരലോകമുണ്ടെന്നും അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, നാം ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ അടുക്കൽ അത് രേഖപ്പെടുത്തും, അത് അവിടെ പ്രദർശിപ്പിക്കപ്പെടും, അതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് പോകേണ്ടി വരും. ഇതൊക്കെ പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല നിലക്കും അവർ ഉപദ്രവിച്ചു. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ പല ആരോപണങ്ങളും അവർ ഉന്നയിച്ചു. ആ ആരോപണങ്ങളിൽ വളരെ പ്രധാനമായ ഒരു ആരോപണമായിരുന്നു, മുഹമ്മദ് നീ ഭ്രാന്തനാണ് എന്നത്. നീ ഭ്രാന്തനാണ്, നിനക്ക് ഭ്രാന്ത് പിടിപെട്ടിരിക്കുകയാണ്, നിനക്ക് പിശാചബാധ ഏറ്റിരിക്കുകയാണ് എന്ന ആരോപണം. ആ ആരോപണത്തിന് മറുപടി പറയുകയാണ് അല്ലാഹു തആല, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. നബിയെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവര് പറയുന്നത് പോലെ നീ ഒരിക്കലും ഭ്രാന്ത് പിടിപെട്ടവനല്ല, നിനക്ക് ഭ്രാന്തൊന്നുമില്ല, അത് അവരുടെ ആരോപണം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നബിയെ, നിനക്ക് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത നിരന്തരമായ പ്രതിഫലമുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ആ റബ്ബിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അങ്ങനെ ദഅവത്ത് നടത്തുമ്പോ, പ്രബോധനം നടത്തുമ്പോ മറ്റുള്ള ആളുകളിൽ നിന്ന് ആക്ഷേപങ്ങളും ആരോപണങ്ങളും കേൾക്കേണ്ടി വരുന്നതിനുമെല്ലാം ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലം നബിയെ നിനക്ക് ഉണ്ട് എന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്?
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സത്യം പറയുമ്പോ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ ഇന്നതാണുള്ളത്. അതുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കാത്ത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്ത ആശയങ്ങളിലേക്ക്, ആദർശങ്ങളിലേക്ക് പോകരുത് സഹോദരങ്ങളെ എന്ന് നമ്മൾ പറയുമ്പോ പലരും പല ആരോപണങ്ങളും നമുക്ക് നേരെ എഴുതി വിടാറുണ്ട്. നിങ്ങൾ നബി തങ്ങളെ അംഗീകരിക്കാത്തവരാണ്, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവരാണ്, നിങ്ങൾ അമ്പിയാക്കളെയും മൗലിയാക്കളെയും പരിഹസിക്കുന്നവരാണ്, നിങ്ങൾക്ക് ദിക്റില്ലാത്തവരാണ്, നിങ്ങൾക്ക് സ്വലാത്തില്ലാത്തവരാണ്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ്. ഇങ്ങനെ പല ആരോപണങ്ങളും നമുക്ക് നേരെ എഴുതിവിടുമ്പോ നാം നമ്മുടെ പ്രബോധനം നിർത്തുകയല്ല വേണ്ടത്, മറിച്ച് ആ ആരോപണങ്ങൾക്ക് യാതൊരു അതിന് ചെവി കൊടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞതുപോലെ, നബിയെ അങ്ങൊരിക്കലും അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഭ്രാന്തനല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അവർ എന്ത് ശത്രുക്കൾ ആരോപണം ഉന്നയിച്ചാലും നമ്മൾ അതൊന്നുമല്ല എന്ന് നമുക്കറിയാം. നമ്മൾ നബി തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നും നമ്മൾ നബി തങ്ങളെ പിൻപറ്റുന്നുണ്ടെന്നും നമ്മൾ ഒരിക്കലും കറാമത്ത് നിഷേധികളല്ല, നമ്മൾ മുഅ്ജിസത്ത് നിഷേധികളല്ല. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നവരാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ്. ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ സ്വലാത്ത് ചെല്ലുന്നവരാണ്. ദിക്റുകളും അതുപോലെ ദുആകളും പ്രാർത്ഥനകളും എല്ലാം പതിവാക്കുന്നവരാണ്. ആരോപണങ്ങളൊന്നും നാം ചെവി കൊടുക്കേണ്ടതില്ല. തീർച്ചയായും അതിനെല്ലാം നമ്മുടെ ക്ഷമക്കും ആ ദഅവത്ത് നിലയ്ക്കാതെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് അള്ളാഹുവിങ്കൽ നിന്ന് മഹത്തായ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയെങ്കിൽ ആ സന്തോഷ വാർത്ത നമ്മളും സ്വീകരിക്കാൻ, ഉൾക്കൊള്ളാൻ തയ്യാറാകണം. പ്രതിസന്ധികളും പ്രയാസങ്ങളും ആരോപണങ്ങളും വരുമ്പോ അതിനൊന്നും മുഖവിലക്കെടുക്കാതെ ദഅവത്തുമായി നമ്മുടെ പ്രബോധനവുമായി മുന്നോട്ട് പോയാൽ നമുക്കും മഹത്തായ പ്രതിഫലം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, കുറഞ്ഞു പോവുകയില്ല എന്ന മഹത്തായ പാഠം ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകുകയാണ്. തുടർന്ന് 4-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നബിതങ്ങളുടെ സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. എന്താണത്? وإنك لعلى خلق عظيم. وإنك തീർച്ചയായും നബിയേ നീ ലഅലാ ഖുലുഖിൻ അളീം, നീ ഉത്തമമായ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ. നബി തങ്ങളെ കുറിച്ച് അവർ പലതും ആരോപിച്ചപ്പോ അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അല്ല, അവര് പറയുന്നത് പോലെയല്ല. നബി തങ്ങൾ ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ, ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ മാതൃകായോഗ്യനായ ആളാണ്. അല്ലാഹു തആല നൽകിയ സാക്ഷിപത്രമാണത്. നബി തങ്ങളാണ് ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമ എന്നത്. അത് ശത്രുക്കൾ പോലും അംഗീകരിച്ചവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുക്കളുടെ പേരായിരുന്നല്ലോ അൽ അമീൻ, ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ആള് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ധാരാളം വസ്തുക്കൾ ഏൽപ്പിച്ചിരുന്നു. ആ നാട്ടിൽ അവരുടെ കൂട്ടുകാർ ഇല്ലാത്തത് കൊണ്ടല്ല, അവിശ്വാസികളാകുന്ന മക്കയിലെ മുശ്രിക്കീങ്ങളാകുന്ന ഖുറൈശികളുടെ അവരുടെ സ്വത്ത് സൂക്ഷിക്കാൻ അവർ കണ്ട ഏറ്റവും വിശ്വസ്തനായ വ്യക്തി മുഹമ്മദ് നബി തങ്ങളായിരുന്നു. അതെല്ലാം അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ്, തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത്. ശത്രുക്കൾ പോലും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്, കളവ് പറയാത്ത, ഒരാളെയും വഞ്ചിക്കാത്ത, ഒരാളെയും ആക്രമിക്കാത്ത, എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്വഭാവത്തിന്റെ ഉടമയാണ് നബി തങ്ങളെന്ന് ശത്രുക്കൾ പോലും അംഗീകരിച്ചിരുന്നു. ഒരു ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ഉമ്മയോട് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഉമ്മ പറഞ്ഞ മറുപടി എന്താ? നബി തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനാണ് എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്വഭാവങ്ങളെ കുറിച്ച്, നല്ല സ്വഭാവത്തിന്റെ ലക്ഷണങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഏതെല്ലാം നല്ല സ്വഭാവങ്ങളുണ്ടോ ആ സ്വഭാവങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട്. വിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്ത സൽസ്വഭാവങ്ങളെ പ്രാവർത്തികമായ പദത്തിൽ കൊണ്ടുവന്ന മാതൃകായോഗ്യനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു സ്വഭാവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇല്ലാതെ പോയിട്ടില്ല. അതുകൊണ്ടാണ് ആയിഷ ഉമ്മ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്താകുന്നു? വിശുദ്ധ ഖുർആൻ ആകുന്നു എന്നത്. നമ്മൾ എന്ത് നന്നായിട്ടും കാര്യമില്ല, നമ്മുടെ സ്വഭാവം മോശമാണെങ്കിൽ ഓനെ എല്ലാത്തിനും ഉഷാറാണ്, നിസ്കാരത്തിനും അതുപോലെ പാവങ്ങളെ സഹായിക്കുന്നതിലും
കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ ആരാധനകളിലും ഉഷാറാണ്. പക്ഷെ അവന്റെ സ്വഭാവം ശരിയല്ല എന്ന് മറ്റുള്ള ആളുകൾ പറഞ്ഞാൽ അതോടുകൂടെ കഥ കഴിഞ്ഞു. വേറെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാക്കണം എന്ന മഹത്തായ പാഠമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നൽകുന്നത്. പക്ഷേ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന് നമുക്കറിയാം. എല്ലാത്തിലും മികച്ചു നിൽക്കുന്ന ആളുകൾ പക്ഷേ സ്വഭാവം കൊണ്ട് ഏറ്റവും താഴ്ന്നവരായി വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നൽകിയ നല്ല സ്വഭാവത്തിന്റെ ലക്ഷണങ്ങൾ പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിൽ നിന്ന്. എന്നിട്ട് അനാവശ്യമായ മറ്റുള്ള ആളുകളെ അനുകരിക്കുന്നതിലേക്ക് ഇന്ന് സമൂഹം മാറിയിരിക്കുകയാണ്. യൂട്യൂബർമാരെയും അതുപോലെ സിനിമാ നടന്മാരെയും നടിമാരെയും ചാനലുകളിലൂടെ കാണുന്ന ചീഞ്ഞളിഞ്ഞ സംസ്കാരത്തിന്റെ ഉടമകളായി മുസ്ലിം സമുദായത്തിലെ ആണും പെണ്ണും മാറിയിട്ടുണ്ട് എന്ന് വർത്തമാന കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്ത്? വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നീ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ച് കാണിച്ചു തന്നു. എന്തിനാണ് അല്ലാഹു തആല ഇത് നമ്മെ പഠിപ്പിച്ചത്? എന്തിനാ? നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകണം. വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിക്കുന്ന ഏതെല്ലാം സൽഗുണങ്ങളുണ്ടോ ആ സൽഗുണങ്ങളെല്ലാം നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ വർത്തമാനത്തിൽ, പെരുമാറ്റത്തിൽ, നമ്മുടെ നടത്തത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ എല്ലാം ഉണ്ടായിരിക്കണം എന്ന മഹത്തായ പാഠമാണ് വിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ച ഏതെല്ലാം ദുർഗുണങ്ങളുണ്ടോ ആ ദുർഗുണങ്ങളും ചീത്ത സ്വഭാവങ്ങളും എല്ലാം അതിനെ ഒഴിവാക്കുവാൻ, അതിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കുവാൻ നമുക്ക് കഴിയണം എന്ന മഹത്തായ സന്ദേശമാണ്, മഹത്തായിരിക്കുന്ന ഉപദേശമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 5-6 വചനങ്ങളിലൂടെ ഫസതുബ്സിറു വയുബ്സിറൂൻ, വഴിയെ ശേഷം നീ കണ്ടറിയുന്നതാണ്. ഫസതുബ്സിറു, ശേഷം തുബ്സിറു, നീ കണ്ടറിയും. വയുബ്സിറൂൻ, അവരും കണ്ടറിയുന്നതാണ്. എന്ത്? ബിഅയ്യികുമുൽ മഫ്തൂൻ, നിങ്ങളിൽ ആരാണ് കുഴപ്പം പിടിച്ചവർ? നീ ഭ്രാന്തനാണെന്നാണ് അവർ പറയുന്നത്. നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുകയാണ് എന്നാണല്ലോ മക്കയിലെ മുശ്രിക്കുകളുടെ വാദം, ഖുറൈശികളുടെ വാദം അതാണല്ലോ. എന്നാൽ ശേഷം കൃത്യമായി അറിയാം എന്ത് ആർക്കാണ് കുഴപ്പമുള്ളത് എന്നത്. നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനാണെന്ന് ചിത്രീകരിച്ച് പ്രിയപ്പെട്ട പ്രവാചകനെയും വിശ്വാസികളെയും നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ പട്ടിണിക്കിടുകയും അവസാനം സ്വന്തം രാജ്യത്ത് നിന്ന് എല്ലാം ഉപേക്ഷിച്ചവർക്ക് നാട് വിട്ടു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായത് എല്ലാം നമുക്കറിയാം. പക്ഷേ പിന്നീട് പിൽക്കാലത്ത് വർഷങ്ങൾക്കപ്പുറം മഹാരഥന്മാരാകുന്ന സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സുന്ദരമായി ആ നാട്ടിലേക്ക് കടന്നു വരികയും ഇസ്ലാമിന് ശക്തമായ വിജയമുണ്ടാവുകയും ചെയ്തു. അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 5-6 ആയത്തുകളിൽ പറഞ്ഞ പ്രവചനം കൃത്യമായി പുലർന്നു. കുഴപ്പം പിടിപെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലെന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ആദർശം അത് പത്തര മാറ്റി സന്തോഷത്തോടുകൂടെ മുഴച്ചു നിൽക്കുന്നതാണ്, ഉയർന്നു നിൽക്കുന്നതാണെന്നും അവരുടെ ആശയമാണ് പാപ്പരറ്റമുള്ളത് എന്ന് കൃത്യമായ ഇസ്ലാമിക വിജയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ല കുഴപ്പമുള്ളത്, അവർക്കാണ് കുഴപ്പമുള്ളത്. നബി തങ്ങളുടെ ആശയത്തിനല്ല, ആദർശത്തിനല്ല കുഴപ്പമുള്ളത്, അവരുടെ ആദർശത്തിനാണ് കുഴപ്പമുള്ളത് എന്ന് പിൽക്കാലത്ത് ഇസ്ലാമിന്റെ വിജയത്തോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പല യുദ്ധങ്ങളിലും അവർക്ക് ശക്തമായ പരാജയമുണ്ടായി. അവരുടെ സമുന്നതരായ പല നേതാക്കന്മാരും കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. അതിലൂടെയെല്ലാം ആരാണ് കുഴപ്പം ബാധിച്ചവർ എന്നത് ശേഷം കണ്ടറിയും. നബിയെ നിനക്കും കണ്ടറിയാം, അവർക്കും കണ്ടറിയാം. അത് അല്ലാഹു തആല നബി തങ്ങൾക്ക് കാട്ടിക്കൊടുത്തു. ശത്രുക്കളാകുന്ന ആട്ടിയോടിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി ഭ്രാന്തൻ എന്ന് വിളിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവരുടെ ജീവിതത്തിൽ തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്തത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി മാറുക. വിശുദ്ധ ഖുർആൻ
നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയണം. നല്ലത് മാത്രം പറയുന്നവരാവുക, ചീത്ത പറയാത്തവരാവുക. നല്ലത് മാത്രം കാണുന്നവരാവുക, നല്ലത് മാത്രം കേൾക്കുന്നവരാവുക, നല്ലത് മാത്രം ചിന്തിക്കുന്നവരാവുക, നല്ലതിലൂടെ മാത്രം സമ്പാദിക്കുന്നവരാവുക, നല്ലതിന് വേണ്ടി മാത്രം കൊടുക്കുന്നവരാവുക. അങ്ങനെ നമ്മുടെ സ്വഭാവത്തെ സംസ്കരിച്ചെടുക്കുവാൻ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോ, പഠനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ സ്വഭാവം നന്നാക്കുവാൻ നമുക്ക് കഴിയണം. എല്ലാവരെ കൊണ്ട് നല്ലത് മാത്രം പറയിപ്പിക്കുന്നവരാക്കി തീർക്കാൻ കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.